മുംബൈയിലെ സാധാരണക്കാരനായ തുക്കാറാം ഓംബലെ എന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ. ഇയാൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ധീരത കാട്ടിയില്ലായിരുന്നുവെങ്കിൽ 175 പേർ കൊല്ലപ്പെട്ട 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം സോണിയാഗാന്ധിയും കൂട്ടരും RSSന്റെ തലയിൽ കെട്ടിവെച്ചേക്കും എന്നായിരുന്നു RVS മണി പറഞ്ഞത്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ISI ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരുമായി ചേർന്ന് RSSനെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് 2008 മുംബൈ ആക്രമണമുണ്ടായത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരർ മുംബൈയിൽ 4 കേന്ദ്രങ്ങളിൽ നടത്തിയ ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 175 പേരാണ്. 300 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് സർക്കാരിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മുംബൈയിൽ ഈ ഭീകരാക്രമണം നടത്തിയത് ഹിന്ദു ഭീകരരാണെന്ന് വരുത്തി തീർക്കുക. അതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കോൺഗ്രസ് ഭരിക്കുന്ന 2008 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന RVS മണിയാണ് RSSനെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ഹിന്ദു ഭീകരത എന്ന ഇല്ലാക്കഥ കെട്ടിച്ചമച്ചുവെന്നും ഇതിൽ RSSനെ കുടുക്കാനാണ് പാകിസ്ഥാൻ ചാര സംഘടനയെ കൊണ്ട് മുംബൈയിൽ ഒരു ഭീകരാക്രമണം കോൺഗ്രസ് നടത്തിയതെന്നാണ് കോൺഗ്രസിന്റെ കാലത്ത് ആഭ്യന്തര സെക്രട്ടറിയായി പ്രവർത്തിച്ച RVS മണി പറയുന്നത്. മുംബൈയിൽ ആക്രമണത്തിന് വന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരരെല്ലാം ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചു. മുംബൈയിൽ 4 സ്ഥലങ്ങളിലാണ് ലഷ്കറിനെ കൊണ്ട് കോൺഗ്രസ് സർക്കാർ ആക്രമണം നടത്തിച്ചത്. ലഷ്കർ ഇ തൊയ്ബയല്ല, ഹിന്ദു ഭീകരരാണ് മുംബൈയിൽ ആക്രമണം നടത്തിയതെന്ന കഥ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ഒരു ഗൂഢാലോചന നടത്തിയത്. അജ്മൽ കസബ് എന്ന ഭീകരന് സമീർ ദിനേശ ചൗധരി എന്നാണ് പേര് കോൺഗ്രസ് സർക്കാർ നൽകിയത്. കൂടാതെ കയ്യിൽ ഹൈന്ദവ ചരടും കെട്ടിക്കൊടുത്തു. പക്ഷേ തുക്കാറാം ഓംബ്ലെ എന്ന സത്യസന്ധനായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അജ്മൽ കസബിന്റെ അടുത്തെത്തി. അജ്മൽ കസബ് ഉടനെ ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. അതായത് ഈ പോലീസുകാരനെ നെഞ്ചിൽ വെടിയുണ്ട തുളഞ്ഞു കയറുമ്പോഴും തുക്കാറാം ഓംബ്ലെ അജ്മൽ കസബിന്റെ തോക്കിന്റെ കുഴലിൽ കടന്നു പിടിക്കുകയായിരുന്നു. ഇയാളാണ് കസബിനെ ജീവനോടെ പിടികൂടി മറ്റു പോലീസിനും NSGക്കും കൈമാറിയത്. ഇതോടെയാണ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ദിഗ്വിജയ് സിംഗും ചിദംബരം എല്ലാം കൂടിച്ചേർന്ന് മുംബൈയിൽ നടന്നത് ഹിന്ദു ഭീകരാക്രമണമാണെന്ന് വരുത്തി തീർക്കാനുള്ള അജണ്ട പൊളിഞ്ഞത്. കസബിനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ സോണിയാഗാന്ധി RSSനെ എന്നേക്കുമായി തീർക്കുമായിരുന്നുവെന്നും അക്കാലത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥനായ RVS മണി പറയുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി അഹമ്മദ് ISIയുടെ സ്വന്തംകാരൻ അല്ലെങ്കിൽ സ്വന്തം ആളാണെന്ന് RVS മണി ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അപ്പോൾ നമുക്കറിയാം, ഈ കോൺഗ്രസ് ഭാരതം ഭരിച്ചിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിനെ മുൻനിർത്തിക്കൊണ്ട് സോണിയാഗാന്ധിയാണ് ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി ഇത്രയും കാലം ഭരിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം മൻമോഹൻ സിംഗിനെ ഒരു ഡമ്മി പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് സോണിയാഗാന്ധിയാണ് പിറകിൽ നിന്നുള്ള എല്ലാ കരുക്കളും നീക്കിയത്. കൂടാതെ ഈ നോട്ട്, അത് വ്യാപകമായി തന്നെ കള്ളനോട്ടുകളൊക്കെ അച്ചടിച്ചു വന്നത്, അതായത് പാകിസ്ഥാനിൽ നിന്നടക്കം ഇന്ത്യയുടെ നോട്ടുകളൊക്കെ കള്ളനോട്ടുകളായി ഇന്ത്യയിലേക്ക് എത്തിയതെല്ലാം അതിൽ ഈ കോൺഗ്രസിലെ മന്ത്രിമാർക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ള ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തേക്ക് വന്നത് ആ സമയങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കള്ളനോട്ട് പൂർണ്ണമായി തന്നെ നിരോധിക്കാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അന്നും ഇതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ അന്നും ഇതുപോലെ കോൺഗ്രസ് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കള്ളനോട്ടുകൾ വ്യാപകമായി വരുന്നുണ്ട്, നമ്മുടെ 500-ന്റെയും 1000-ന്റെയൊക്കെ നോട്ടിന്റെ അച്ചുകൾ അത് എങ്ങനെയോ ദുബായ് വഴി നേരെ പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടും റോയ് അടക്കമുള്ളവർ റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷെ അതൊന്നും തന്നെ പരിഗണിക്കേണ്ട, അതൊന്നും തന്നെ അവർ കേട്ട മട്ട അന്ന് കോൺഗ്രസ് സർക്കാർ കാണിച്ചില്ല. പക്ഷെ അത് അന്നും IB റോയുടെയും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫയലിൽ അത് അന്ന് ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ഒരു നാൾ രാജ്യത്തെ നല്ല രീതിയിൽ സേവിക്കണം, അല്ലെങ്കിൽ ഭാരതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആ ചർച്ചകൾ എടുത്ത് പുറത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ ഈ ഫയലുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച എല്ലാ എവിഡൻസുകളും എടുത്ത് അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഇതിനൊരു ശക്തമായൊരു നടപടി എടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു IBയും റോയും അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റിയിലെ അടക്കം ഉദ്യോഗസ്ഥർ. പക്ഷേ അത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ആ എല്ലാ കണ്ടുപിടുത്തങ്ങളും എടുത്ത് അദ്ദേഹത്തിന് മുമ്പാകെ കൊണ്ട് സമർപ്പിച്ചു. അതിനുശേഷമാണ് ഒരു മാറ്റം തന്നെ ഉണ്ടായത്. എന്തായാലും കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ വെട്ടി നുറുക്കാൻ അവർ ചെയ്യുന്ന ഓരോ ദുഷ്ട കാര്യങ്ങളും അത് ഓരോ ദിവസവുമായി അക്കമിട്ട് പുറത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.